93-94 എന്ന് പറഞ്ഞാൽ TV മാത്രം കാണുന്ന മൊബൈലൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ വളർന്നു വരുമ്പോൾ ഒരു പേപ്പർ മാത്രമാണ് മാതൃഭൂമിയോ ഭാഷാഭൂഷണിയൊക്കെ വളർന്നു വരുന്ന എന്നെ സംബന്ധിച്ചും നാരായണ ഗുരുദേവനെ അറിയാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. സാമൂഹ്യ പാഠം എന്ന സ്ഥലത്ത് സാമൂഹ്യ പരിഷ്കർത്താവ് എന്നൊരുപരിയായിട്ട് ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല. ഡിഗ്രി MA വ്യാകരണം മാത്രം പഠിച്ചു വന്ന ഡിഗ്രി MA വ്യാകരണം തന്നെ സബ്ജക്റ്റ് ഒരൊറ്റ സ്ഥലത്ത് പോലും നാരായണ ഗുരുദേവനെ ശാസ്ത്രമായിട്ടോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൃതികളോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ഇതും ഞാൻ കണ്ടിട്ടില്ല. അതും തൃപ്പൂണിത്തുറ രാമവർമ്മ കോളേജിൽ സംസ്കൃതം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജാണ്. ശാസ്ത്രശാസ്ത്രം നടത്തുന്ന പരിഷ്കൃത മെമ്മോറിയൽ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകരുണ്ടായിരുന്ന തൃപ്പൂണിത്തുറ കോളേജിൽ പോലും നാരായണ ഗുരുദേവന്റെ ഒരു കൃതി പോലും ഞാൻ കണ്ടിട്ടില്ല സിലബസിൽ. അങ്ങനൊരു വിഷയം നാരായണ ഗുരുദേവൻ ശാസ്ത്രം പഠിച്ച വ്യക്തിയാണെന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ പോലും വരാത്തൊരു സ്ഥലത്ത് ഉറപ്പായിട്ടും ലേറ്റർ സ്റ്റേജിൽ ഒരാൾക്കും നാരായണ ഗുരുദേവൻ ആരാണെന്ന് അറിയാനുള്ള ഒരു ഉപാധിയുമില്ല. നിങ്ങൾ വല്ല ലൈബ്രറിയിൽ അദ്ദേഹത്തിന് വേണ്ടി മാത്രം നമ്മൾ പോയാൽ ഒരു പക്ഷെ കിട്ടുമായിരിക്കും. ഇപ്പം ഞാൻ തിരിച്ചറിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ചില ബുക്ക് അറിയാമല്ലോ, നമ്മൾ റെഫർ ചെയ്ത് പോകുന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്പെസിഫിക് ആയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. ഫിലോസഫി അറിയാം, അദ്വൈതമായതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലേറ്റർ സ്റ്റേജിൽ വരുമ്പോഴാണ് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അറിയാമല്ലോ, സംസ്കൃതത്തിലെ പല പ്രധാന ആൾക്കാരുണ്ട്. കാളിദാസൻ്റെ ഉണ്ട്, ആചാര്യസ്വാമികളുടെ ഉണ്ട്. ഇത് നോക്കുന്ന സമയത്ത് ഈ അടുത്ത കാലത്താണ് ഞാൻ നാരായണ ഗുരുദേവന്റെ സ്പെസിഫിക് സബ്ജക്റ്റുകളിലേക്ക് നോക്കുന്നത്. ഇപ്പോൾ നോക്കുമ്പോഴാണ് ഞാൻ കാണിച്ച മണ്ടത്രം ഇല്ലെങ്കിൽ വ്യക്തിഗതമായിട്ട് എനിക്ക് തോന്നിയത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയവും നാരായണ ഗുരുദേവന്റെ ബാഹുലയാഷ്ടകോ ഭദ്രകാളിയഷ്ടകോ അതേമാതിരി ഗ്രന്ഥം വെച്ചാൽ ഞാൻ പറയുന്നത് രണ്ട് ഗുരുക്കന്മാരെ ഞാൻ കമ്പയർ ചെയ്യല്ല, ശാസ്ത്രം വെച്ച് നോക്കിയാൽ തട്ട് താഴ്ന്ന് നാരായണ ഗുരുദേവത്തെ ആയിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ പറയാറുണ്ട്, ശരിക്കും ഉപമാ കാളിദാസസ്യ ധാരയേരർത്ഥഗൗരവം ദണ്ഡിനഃ പതലാളിത്യം മാഹേസന്ധി ത്രയോഗുണാഃ. എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ നാലെണ്ണത്തിൻ്റെയും ഗുണം ചേർന്നിരിക്കുന്നത് നാരായണ ഗുരുദേവല്ലാണ്. ഉപമാ കാളിദാസസ്യ, ഉപമയിൽ കാളിദാസനാണ്. ഇതായിട്ട് ഹിമാലയത്തെ ശരീരത്തിന്റെ ഹൃദയവുമായിട്ട് ഉപമിച്ചുകൊണ്ട് മനോഹരമായിട്ട് പറയുന്നതാണ് കുമാരസംഭവം. ഭാരവേർ അർത്ഥഗൗരവം, ഭാരവയുടെ അർത്ഥഗൗരവമാണ്, പ്രധാനം അർത്ഥത്തെയാണ് യോജിപ്പിക്കുക. ദണ്ഡിനഃ പദലാളിത്യം, പദങ്ങളെ ലാളിത്യത്തോടുകൂടി പ്രയോഗിക്കുന്നതാണ് ദണ്ഡി. മാഖേ സന്ധി ത്രയോഗുണ, മാഖിലാകട്ടെ ഈ മൂന്ന് ഗുണങ്ങളും ചേർന്നിട്ടാണ്. ഉപമയുണ്ട്, അർത്ഥഗൗരവമുണ്ട്, പദലാളിത്യമുണ്ട്. ഈ നാല് സാധനങ്ങളും ചേർന്നുകൊണ്ട് സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ യോജിപ്പിച്ചിരിക്കുന്നത് നാരായണ ഗുരുദേവനാണ്.